ഇതാണ് ഒറിജിനൽ. ഇത് ഒറിജിനൽ ഗൈസ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതില്ല ചളിയെല്ലാം ഒന്ന് നന്നാക്കുന്നുണ്ട്. നമ്മൾ കഴുകി എടുക്കുന്നുണ്ട് ഫുള്ള്. ഈ കോളല്ല എല്ലാവർക്കും ഭക്ഷിക്കാൻ പറ്റാല. ക്യാമറ അടുത്ത് വരണോ? ഞാൻ കറക്റ്റ് ഒന്ന് പറഞ്ഞുതരാം എങ്ങനെ നീ കാണും. ഇതിപ്പോൾ ഇവിടെ കാണുന്നത് എന്തെങ്കിലോ ഇവിടെ ഈ സാധനം ഉണ്ട്. ഫിഷിംഗ് പ്രാന്തന്മാരുടെ മറ്റൊരു ന്യൂ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് നമ്മളെ മാലിക് ദിനാർ, ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന മാലിക് ദിനാറിൻ്റെ മണ്ണിലാണ് ഉള്ളത്. നേരെ മാലിക് ദിനാർ പള്ളിയുടെ നേരെ താഴെ ഉള്ളതാ കുളം കണ്ടില്ല, ഈ കുളത്തിനടുത്താണ് ഉള്ളത്. ഇപ്പം ഇരുന്നിട്ട് ഈ കുളത്തിനെ പറ്റി പറയണമെങ്കിൽ ചെറിയ ഇതുണ്ട്. എന്നല്ലെങ്കിൽ കുളത്തിൻ്റെ കുറച്ച് എത്ര മീറ്റർ ഉണ്ടാവും സാധിക്കുക പുഴക്ക് ഇടുന്ന്? 15 മീറ്റർ ഉണ്ടാവും, 15-20 മീറ്റർ ഉണ്ടാവും കുളത്തിലേക്ക്. ആ പുഴയിൽ ഉപ്പെങ്കിൽ ഇവിടെ എല്ലാ ഈ വെള്ളം ചപ്പനുണ്ടാവും, ഉപ്പുണ്ടാവില്ല. അതാണ് മെയിൻ ഈ കുളത്തിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇതിൽ കുറേ മീനെല്ലാം വളർത്തുന്നുണ്ട്. പിന്നെ നമ്മൾ ഇന്ന് വന്നിനെ ഈനല്ല, നമ്മൾ വന്നിനെ ഒരു വെറൈറ്റി കോൾ എടുക്കാനാണ്. കോള് മീൻസ് കക്ക. കോള് എല്ലാവർക്കും അറിയാലോ പറഞ്ഞെങ്കിൽ. കക്ക അത് വലിയൊരു കക്കയാണ്. അതിനെ ഇന്ന് പിടിക്കായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നുള്ള ഇതിലാണ് വന്നിനെ. അപ്പോൾ നമ്മൾ വിചാരിച്ചാട് വെള്ളം ഭയങ്കര കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വർക്കാണ്, അതുകൊണ്ട് കിട്ടോ ഇല്ല എന്നറിയാലോ. കിട്ടിയെന്ന് നിങ്ങൾക്ക് എന്തായാലും കാണിക്കുന്നതായിരിക്കും, അതിനെ പറ്റി പറയുന്നതായിരിക്കും. അപ്പോൾ നേരെ ഞാൻ ആ കോള് ഉണ്ടാ ഇല്ലേ എന്നെല്ലാം നോക്കിയിട്ട് അതിൻ്റെ കഥയിലേക്ക് പോവാം. ഓക്കെ, കുറച്ച് നടക്കാനുണ്ടായിന്. നടന്നിട്ട് നമ്മൾ ആ സ്പോട്ടിലേക്ക് എത്താനായി. സംഭവം അല്ലെങ്കിൽ ഈ സാധനം എടുക്കാൻ വന്നിട്ടാ ഇപ്പോൾ നമ്മൾ വെള്ളം എറിഞ്ഞിട്ടുള്ളത്. അത് കുറച്ച് വെള്ളമാണ്. വെള്ളം ഉണ്ടെങ്കിൽ ആ സാധനത്തിന് നേരെ കാണും. ഏത് കക്കനെ കക്ക വരുന്ന അത് എടുത്ത് നമുക്ക് കിട്ടിയിട്ട് നമ്മൾ കാണിച്ചു തരാം കറക്റ്റ് രൂപം. ചെറിയ കക്ക അല്ല, ഈ കോട് വരുന്നല്ല, നമ്മൾ ചെറുതല്ല. നമ്മൾ കുറേ നടന്നിട്ട് വന്നതാ. നമ്മളൊക്കെ നടന്നിട്ട് തീർച്ചയില്ല. അങ്ങടെ കണ്ട മാലിക്ക് ഇതിനകത്ത് മീനാരം കണ്ട അതന്നെ. ഇതെല്ലാം ഫുള്ള് ഇപ്പോൾ ഇറക്കം, ഭയങ്കര ഇറക്കമാണ്. ഇപ്പോൾ നമ്മൾ വന്ന് ഇത് നണ്ട് കുത്തിയ പാറതാട ഇതന്നെ. നടക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഇവിടെ ചളിയൊന്നുമില്ല, കാലങ്ങനെ താഴ്ത്തുന്നില്ല, ചെറുതിങ്ങനെ. ഓക്കെ, അപ്പോൾ കക്ക കിട്ടുമോ എന്തെന്നുള്ള രീതിയിൽ നോക്കാം. കിട്ടണം. ഇത് ഈ നമ്മളെ കോളില്ലേ അത് കാണാൻ കുറേ പണിയുണ്ട്. സംഭവം ഇല്ലെങ്കിൽ അത് ഈ സ്ഥലത്തെല്ലാം നമ്മളിപ്പോൾ ഇപ്പോൾ ആർസ് നിന്നിട്ടില്ലേ, ആടെല്ലാം ഒരാൾ മുങ്ങുന്ന വെള്ളമാണ് ഉണ്ടായത്. ഇപ്പോൾ ഇറക്കായതുകൊണ്ട് വെള്ളമില്ല. അപ്പോൾ വെള്ളമില്ലെങ്കിൽ അത് കാണാൻ കുറച്ച് ബുദ്ധിമുട്ട്. ഇപ്പോൾ ആർച്ചതാ ഇന്ന് കുത്തുന്ന തപ്പുന്നുണ്ടാവും. അതുണ്ടെങ്കിൽ നമ്മളെ എന്ത് കത്തിയല്ല കൊടുത്തനെ, അതാ കത്തിയോട് നല്ല മാന്തിയറ, എന്താ കത്തിയോട് ഇങ്ങനെ മാന്തിയിട്ട് എടുക്കല്ലോ, അത്ര തന്നെ. അത് അടിയിലോ ഞാൻ കാണിച്ചു തരാം അത്. ഓക്കെ, എങ്ങനെ മാന്തിയിട്ട് എടുക്കണം. അതിനിപ്പോൾ വെള്ളമില്ലാത്തതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ട് തന്നെ ആ സാധനം കാണാൻ. നോക്കാം. ഇതെല്ലാം പാറ, ഞമ്മ നണ്ട് കുത്തിയ പാറയാണ് ഇതെല്ലാം. കണ്ട, നല്ല നണ്ട് കുത്തിയ പാറ. ഓക്കെ, നല്ല ഒരു എന്തെന്ന് പറയണ്ടേ, ഈ വൈകുന്നേരം ഇവിടെ വന്നിരുന്ന് നല്ല ഒരു ടൈം പാസ് പറ്റിയ സ്ഥലമാണ്. പാറി ഇതായിട്ട് ഏട്ടത്തിൻ്റെ ഇവിടെ വരാൻ പറ്റില്ല, ഏട്ടത്തിന് ഫുള്ള് ഇവിടെ മുങ്ങി. ഓക്കെ, കണ്ടില്ല, ഇത് നമ്മൾ ആസ് ഫുള്ള് നിരീക്ഷിക്കുന്നുണ്ട് ഏടുണ്ടെന്ന്. അതങ്ങനെ ആർക്കും അങ്ങനെ അതിനെ കാണാൻ അറിയാം. ചെറുങ്ങനെ ഉണ്ടാവും, അത് ചളിയിൽ പൂണ്ടിട്ടല്ലേ, അതിൻ്റെ ബായ് മാത്രം പുറത്തുണ്ടാവും ചെറുങ്ങനെ. അങ്ങനല്ലേ ഞങ്ങൾ വന്നിട്ട് ഒരു അരമണിക്കൂറിൻ്റെ മുകളിലായി. വെള്ളം ഇല്ലാത്തതുകൊണ്ട് നമ്മളെ സാധനം എടുത്തോളം കിട്ടിയില്ല. കുറേ സാധനം നമ്മളെ സാധിക്ക് ആർസ് എല്ലാം തപ്പിക്കൊണ്ട് ഞാൻ തപ്പിക്കൊണ്ട് റഷ്യൻ ക്യാമറ എടുക്കുന്നുള്ളത് കിട്ടാണ്ട് ഇന്ന് പോയല്ല. എങ്ങനെ കിട്ടിയിട്ടേ പോകും. വെള്ളം ഫുള്ള് കൊണ്ടോണം വെയിറ്റ് ആക്കും നമ്മൾ. അതല്ലെങ്കിൽ അത് ഇന്ന് അതിനെ കുറിച്ചിട്ട് കാണിച്ചിട്ടല്ല പോകുന്നത്. അത് കുറച്ചെല്ലാം ഇത്ര സൈസ് ഉണ്ടാവും, ഇല്ല അത്ര സൈസെല്ലാം ഉണ്ടാകും, ചെറുതുണ്ടാവില്ല. അപ്പം നമ്മൾ അതിനൊന്ന് കുടിച്ചിട്ട് കാണിച്ചിട്ടേ പോകും. ഇനി വെള്ളം ഇപ്പോൾ 4 മണിയായി, 4 മണിക്കായി. വെള്ളം കയറുമ്പോൾ ഒരു 5-6 മണി ഉണ്ടാവും. ഒന്നും സാറില്ല. ഇനി അതിനെ കുടിച്ചിട്ടേ
ബാക്കി കാര്യം എല്ലാവർക്കും സെർച്ച് ആക്കാൻ ഫുള്ള് നല്ല ഇഷ്ടം പോലെ ഉണ്ട് എല്ലാം സെർച്ച് ആക്കുന്നത് എന്തിനാ ഒരു മുട്ടോളം വെള്ളം ഉണ്ടായി ഇപ്പോൾ ഒരു എന്തില്ല ഒരു അരമണിക്കൂർ 10 ആ സാധനം കോളി കിട്ടിയിട്ടുണ്ടാക്കി ഒന്ന് ക്യാമറ കണ്ടോ 1 2 വരുന്നുണ്ട് നോക്കാനാ ഇല്ല ക്യാമറ ഒരു പാറന്റെ ഇടയിലായിട്ട് ഒന്ന് കാണുന്നുണ്ട് ആർക്കും കണ്ടിട്ടുണ്ടോ ആ അതൊന്നും അല്ല ഇതിടാ എടാ നോക്കോ അങ്ങനെ കാണാനല്ല മാന്തിട്ട് എടുക്കണോ ഇതാ ഒന്ന് കിട്ടിയതാ നമ്മളെ സാധനം കിട്ടിയതാ ഉള്ളിലെടുത്ത ഉള്ളില് ഇതാ അതുണ്ടാന്ന് എങ്ങനെ നോക്കിയതാ നമുക്ക് അങ്ങനെ ഇതാ കണ്ടാ ഇതാ ഒരു സ്ഥലത്ത് തന്നെ 2 കിട്ടി നമുക്ക് ഇതാ ഏനൊന്ന് കിട്ടി ജാഗര ഇതാ 3 കിട്ടി ഞാൻ പറഞ്ഞിട്ടേ സംഭവല്ല ഈ കോളല്ല ഇത് നമ്മളെ കാസർഗോഡ് ജില്ലയിൽ ഏടെന്നുണ്ടെന്നൊക്കെ കെറ്റായിട്ട് അറിയാലോ ഇത് നിൽക്കുന്ന വാറന്റെ ഏരിയ ഉണ്ട് നമ്മൾ ചേനയില്ലേ ചേനന്റെ വീഡിയോ കണ്ടാക്കല്ലോ ചേന എടുക്കാൻ പോയി ഏടല്ലോ ആടല്ല ഈ കോലുണ്ട് ക്യാമറ അല്ലോ ഇതിലൊന്നും ഉണ്ടല്ലോ നോക്കാനോ ഇതാ ഇവിടെ നേരെ മുകളിൽ തന്നെ ഉണ്ട് ഇതാ കുറച്ച് വലുത് ഇതാ കണ്ട മുകളിൽ തന്നെ ഉണ്ട് ഇതാണ് ഞമ്മ പറഞ്ഞ കക്ക ഇതാ കണ്ട എത്രക്കുണ്ട് മുമ്പ് കിട്ടിയത് കണ്ടില്ലേ ഇതാണ് നമ്മളെ സാധനം ഇതെല്ലാം കണ്ട ഫുള്ള് ജീവുള്ളത് സാധനം ഇറച്ചിണ്ട് നല്ല വെയിറ്റ് ഉണ്ട് ഒരു എന്തെല്ലാം ഒരു 50 ഗ്രാമിന്റെ അടുത്തുണ്ടാവും 50 അല്ല 100 ഗ്രാമിന്റെ മുകളിലുണ്ടാവും 100 ഗ്രാമിന്റെ മുകളിലുണ്ടാവും കണ്ടില്ലേ അത് മനസ്സിലായില്ല കാസർഗോഡ് പോലെ ചേനയില്ല ഈ നമ്മ ചേന കാണിച്ചു മുമ്പത്തെ എപ്പിസോഡില് ആ എപ്പിസോഡ് നോക്കിയാൽ കയറും ചേന എടുത്ത് ആടല്ല ഈ സാധനം ഉണ്ടാവും വേറെ ഈ സാധനം ഉണ്ടാവില്ല ഈ സാധനം ഇതിന്റെ ചെറുത്ത് കുറയണ്ടേ നമ്മ എടുക്കുന്നത് അതെല്ലാം ഉണ്ട് ഭാരതത്തിൽ അല്ല ഞാൻ വരും വീഡിയോയിൽ ഇടുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഇനി എത്ര കിട്ടും നോക്കാം 4 കിട്ടും ഫുള്ള് ചളി ഇങ്ങനെ ചെരുപ്പിട്ടിട്ട് വന്നൂടാ മറ്റു ചെരുപ്പില്ലല്ലോ ഓനെല്ലാം ഇട്ടിട്ടില്ല ആ ചെരുപ്പിട്ടിട്ട് പറഞ്ഞു ഞാൻ അതെല്ലാം ഇട്ടില്ല ഇന്ന് പെട്ടെന്ന് വന്നോണ്ട് അതിടാൻ പറഞ്ഞതാ ഫുള്ള് കാല് ആ ക്യാമറ വരണോ ഗാദിക്കൊന്നും ഗാദിക്കിട്ടായിട്ട് ഒന്നും കുത്തിട്ടുണ്ടാകും നല്ല സൈസ് ഗാദിക്ക് കിട്ടോളം എന്ത് മീൻ പിടിച്ചതറിയാലോ ഒന്നങ്ങോ കാണിച്ചു മുകളിലുണ്ട് അയവ ഏത് സൈസ് നോക്ക് സാദിക്കിൻ്റെ കണ്ടില്ലേ നമ്മളെ സാദിക്ക് കാണിച്ചതാ ഇനിയിപ്പോ ഞാൻ ഉറച്ചിട്ട് പിടിക്കാണ്ട് ബാക്കി 2 പിടിച്ച് ആടെ തന്നെ മാന്തി നോക്കുക ചില പാടൊന്നും ഉണ്ടാവും അങ്ങനെതാ നമ്മളെ 5ാമത്തത് കിട്ടി 5ാമത് ഇപ്പൊ ഒന്ന് കിട്ടിയെങ്കല്ല ഒരു ഇത് കിട്ടിയെങ്കിൽ ആടെ നാശമായിട്ട് തന്നെ ഫുള്ള് മാന്തി നോക്കണം ചിലപ്പോലെ ഒരു കൂട്ടായിട്ട് വന്നിട്ടുണ്ടാവും ഇപ്പൊ നമുക്ക് 3 കിട്ടി ഫസ്റ്റ് അതുമാതിരി ഒന്ന് ആ കൂട്ടം കൂടി കിട്ടാം ഓക്കെ അപ്പോൾ അടുത്ത സ്ഥലത്ത് അടങ്ങി നമുക്ക് അത് സ്ഥലം നോക്കുമല്ലോ ഒന്ന് അതിൻ്റെ ഐഡിയ കണ്ടതാ നോക്കിയേ മോശമല്ലേ ഇത് എത്ര ഇപ്പം നോക്കിയില്ല 5-6 ആദ്യം ഒന്ന് കിട്ടിയിട്ടുണ്ടാ ഞമ്മക്ക് കാണുന്നേലേ ഇത് ഓൻ എങ്ങനെയല്ല പിടിക്കുന്നതാ പാറന്റെ ഇടയിലുള്ളത് വലുതല്ല ചെറുത്ത് അതല്ല കല്ലിന്റെ ഇടയിലുള്ളത് ഞമ്മക്ക് അങ്ങനെ കാണുന്നില്ല സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കൊന്ന് കിട്ടിയിട്ട് എടുത്തോളാം ഇത് ചെറുത്താവാ ചെറുത്ത് അന്നൊന്നും നല്ല ഇറച്ചി ഉണ്ടാവും കണ്ടില്ലേ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടുമോന്ന് കിട്ടിയിട്ടാ നോക്കാം കിട്ടാറ് ഞങ്ങൾക്ക് കിട്ടാറുമല്ല ഇവ കുറച്ച് കിട്ടിയതാ കണ്ടില്ലേ ലാസ്റ്റ് പറയാ ഞാനൊന്ന് കത്തിയെടുത്ത് നോക്കാല ഞാൻ ഇതാക്കിയിട്ടുണ്ട് ബാക്കിയാറ് ഈ സ്ഥലത്ത് തന്നെ ഉണ്ട് കത്തി വേഗം എത്ര 2 ഉണ്ട് 1 2 ഞമ്മ കത്തി വേഗം എത്ര അപ്പൊ ഈ സ്ഥലത്ത് തന്നെ കുറേ ഉണ്ടാവും നേരെ നോക്കി നോക്കുക ഇതാ ഇവിടെ തന്നെ കുറേ ഉണ്ടാവും ഒന്ന് കിട്ടിയെങ്കിൽ ആ സ്ഥലത്ത് തന്നെ കുറേ ഉണ്ടാവും ഉണ്ടാവും ആർക്കെങ്കിലും കാണുക കല്ലിന്റെ ഇടയിലുള്ളത്
കണ്ണ് കുറച്ച് അടുത്താണല്ലേ കണ്ടോ ഇതാ ഇത് കഴിഞ്ഞല്ലത്തെ കഴിഞ്ഞല്ലത്തെ എന്തില്ല പോയിന് ഇതാ ഇതാ കേട്ടാ ഒന്ന് കിട്ടിയെങ്കല്ലോ ഇതാ രണ്ടെണ്ണം കിട്ടിയ കാലിലിട്ട് രണ്ടെണ്ണം ഇട്ടതാ മാറുണ്ടപ്പോ ഇപ്പൊ നമുക്ക് കിട്ടാൻ കഴിഞ്ഞു മുമ്പല്ല ഈ പാറിയും ഇതിന്റെ കളറും ഒരേപോലെ ഉണ്ടല്ലോ നമുക്ക് അറിയുന്നുണ്ടായിട്ടാ ഇപ്പൊ കണ്ടിട്ടല്ല സാധനം കിട്ടാൻ ഇതാ നോക്കറോ മാച്ചിങ് നോക്കറോ അറിയുന്നേ ഇല്ലതാ പിന്നൊന്നല്ല മുഴുവൻ തന്നെ ഇതാണ് ഇത് അതുകൊണ്ട് അറിയുന്നില്ല ഇപ്പൊ ഞാൻ രണ്ടെണ്ണം കിട്ടിയില്ല പറയായി അപ്പല്ല ഇത് വീഡിയോ കുറെ ലെങ്ത് ആകുന്നുണ്ടല്ല ഈ എപ്പിസോഡ് ഇവിടെ നിർത്താൻ പോവുകയാണ് ആരെങ്കിലും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ചെയ്താൽ ഞങ്ങൾ ചെയ്യുന്ന വ്യത്യസ്തമായ കുറേ വീഡിയോ വരാനുണ്ട് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഓക്കെ ഇനി അടുത്ത നെക്സ്റ്റ് എപ്പിസോഡ് ഉണ്ടാവും ഇതിൻ്റെ ബാക്കി കഥ